ദിവസം രസകരമായിട്ടുള്ള സംഭവം ഉണ്ടായി. ബെൻഗുരിയാൻ എയർപോർട്ട് തകർത്തതിന് ശേഷം അമേരിക്കൻ ട്രംപ് പറയുന്നൊരു കാര്യമുണ്ട്. അഥവാ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡിൻ്റെ തകർക്കാൻ വേണ്ടി എന്ത് സഹായം വേണമെങ്കിലും ഞങ്ങൾ അഥവാ സൗദി അറേബ്യ ചെയ്തു തരാം. അത് പറയുന്നത് 2/15 കഴിഞ്ഞ ദിവസം 2/15 ട്രംപ് പറയുമ്പം മാത്രമല്ല, ട്രംപ് ഒരു കാര്യം കൂടി കൂട്ടി പറയുകയുണ്ടായി. നമ്മുടെ പല കാര്യങ്ങളും ചെയ്യിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും ഇതേ സൗദി അറേബ്യ ഗവൺമെൻറ്റാണ് അഥവാ സർക്കാരാണ്. അതിൽ അതിയായ സന്തോഷമുണ്ട് എന്ന് പറഞ്ഞിട്ട് തോരാതെ ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞു. മാത്രമല്ല, അടുത്ത ടാർഗറ്റ് എന്ന് പറയുന്നത് എന്നേക്കുമായി IRGCയെ തകർത്ത് കളയുക, ആ മേഖലയ്ക്ക് ഒരിക്കലും ഭീഷണിയാകാത്ത രൂപത്തിൽ അതിനെ മൺമറച്ച് കളയുക, അഥവാ ഒരിക്കലും അവിടെ ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ടാകരുത്. അതിനാവശ്യമായ സപ്പോർട്ടുകൾ സൗദിയുടെ ഭാഗത്തുനിന്ന് കിട്ടി എന്നുള്ളതാണ്. പക്ഷേ 2:20 ആകുമ്പോഴേക്ക് സൽമാൻ രാജാവ് വന്നിട്ട് പറഞ്ഞു, ഞങ്ങളിപ്പോൾ സഹകരിക്കാനുള്ള താല്പര്യത്തിലോ അല്ലെങ്കിൽ സാഹചര്യത്തിലോ അല്ല ഉള്ളത്. ട്രംപ് പറയുന്നത് ലോകത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ IRGCയെ തകർക്കാൻ വേണ്ടിയിട്ടോ ഇറാനെ തകർക്കാൻ വേണ്ടിയിട്ടോ അവിടെ ഒരു റെജീം ചേഞ്ച് വരുത്താൻ വേണ്ടിയിട്ടോ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു പ്രോത്സാഹനവും ഇൻറ്റേർണലായിട്ടോ അല്ലെങ്കിൽ പരോക്ഷമായിട്ടോ അല്ലെങ്കിൽ പ്രത്യക്ഷമായിട്ടോ ഒന്നും ചെയ്യുന്നില്ല എന്ന് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കുന്നതോടുകൂടി ട്രംപ് ലഭ്യനാകുകയാണ്. കാരണം അവിടെ ടെക്സാസിൽ വലിയ രൂപത്തിൽ പൊട്ടിത്തെറികളും അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഓയിൽ റിഫൈനറിക്ക് വളരെ വലിയ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ കിളി പോയ മട്ടാണുള്ളത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും രാജ്യത്തിൻ്റെ മുകളിൽ ചർച്ച ചെയ്യപ്പെടട്ടെ എന്ന് മനസ്സിലാക്കിയിട്ട് കരുതിക്കൂട്ടി പറഞ്ഞതായിരിക്കാം സൗദി അറേബ്യ ഞങ്ങൾ ഇറാനെ തിരിച്ചടിക്കുന്നതിൽ, അഥവാ തിരിച്ചടിയല്ല, കൃത്യമായിട്ടുള്ള അടിയാണ്. ആ അടിക്കുന്നതിൽ യുദ്ധത്തിന് വേണ്ടി എല്ലാവിധ പിന്തുണയും പ്രേരണയും നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും ഇറാൻ്റെ മണ്ണിൽ ചെയ്യാൻ ഞങ്ങൾ നിർബന്ധിതരാവുകയാണ്. അഥവാ ഈ നമ്മുടെ കൂടെ നിൽക്കുന്നവരെ സേഫ് ചെയ്യാൻ വേണ്ടി അവരുടെ സേഫാണ് നമുക്ക് പ്രധാനപ്പെട്ടത്, അല്ലെങ്കിൽ അവരുടെ സുരക്ഷിതത്വമാണ് പ്രധാനപ്പെട്ടത്. പക്ഷേ അതിനൊന്നും വലിയ കാര്യമായ പരിഗണന കൊടുക്കാതെയാണ് സൗദി അറേബ്യയുടെ രാജാവ് വന്നിട്ട് പറയുന്നു, ഞങ്ങളതൊന്നും പറഞ്ഞിട്ടില്ല, അതൊക്കെ ട്രംപിൻ്റെ മാത്രം വാക്കുകളാണ്, ഒരിക്കലും സൗദിയെ തെറ്റിദ്ധരിക്കപ്പെടേണ്ടതില്ല, ഞങ്ങൾ സമാധാനത്തിൻ്റെ ഭാഗത്താണ്. മാത്രമല്ല, നമ്മുടെ ഈ രാജ്യത്തുള്ള അമേരിക്കൻ ബേസ്മെൻറ്റ് ഒരിക്കലും തുറന്നു കൊടുക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ലായിരുന്നു. അവിടെയാണ് വിഷയം, തുറന്നു കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ലായിരുന്നു. അതുകൊണ്ട് ഇനിയും അതത്ര കണ്ട് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകാൻ തന്നെയാണ് ആഗ്രഹം. പക്ഷേ അവിടെ ഒരു കാര്യമായി മിടിച്ചു നിൽക്കുന്നുണ്ട്. അവിടെ ത്വായിഫ് എന്ന് പറയുന്ന പ്രദേശത്തുള്ള പട്ടാള ക്യാമ്പ് ഒരിക്കലും അടച്ചു വെക്കാൻ സൗദിക്ക് കഴിയില്ല എന്ന ഒരു വസ്തുത അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. എന്താണെങ്കിലും ആ ഒരു വാക്കുകളിലൂടെ തൽക്കാലത്തേക്ക് രക്ഷപ്പെടാനാണ് സൗദി ഗവൺമെൻറ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എത്രത്തോളം അത് വിജയിക്കുമെന്നതിനെക്കുറിച്ച് അടുത്ത ട്രംപിൻ്റെ വാക്കുകൾ വരുമ്പോഴേ അറിയുള്ളൂ. സൗദി തൽക്കാലം എവിടെയും നിൽക്കാതിരിക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിലും സൗദിയെ എവിടെയും നിർത്താൻ ആഗ്രഹിക്കാതെ സ്വന്തം പാളയത്തിലേക്ക് കൊണ്ടുവന്ന് സൗദിയുടെ സമാധാനം പോലും തകർക്കാനാണ് ഈ ട്രംപ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ട്രംപ് പരാജയപ്പെട്ടിരിക്കുന്നു, ലഭ്യനായിരിക്കുന്നു, സൗദിയും കൈവിട്ടിരിക്കുന്നു എന്ന വാർത്തയെ നമുക്കിപ്പം ഈ മൊമെൻറ്റിൽ പറയാൻ പറ്റിയത്. കാത്തിരിക്കാം മറ്റൊരു വിഷയം കാണുന്നത് വരെ. എല്ലാവർക്കും